സക്കറിയ സാർ, പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം അല്ലേ, ക്രിമിനലൈസേഷൻ ഇപ്പോൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവർക്ക് ഈ അധോലോകവുമായിട്ടുള്ള ബന്ധം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നത്, അവരെ പല രീതിയിൽ വഴിവിട്ട് സഹായിക്കുന്നതൊക്കെ ഇപ്പോൾ ഇതെല്ലാം ഓരോ MLAയുടെ അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഫാക്ട്സാണ് എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? മാത്രമല്ല, ഈ ഫോൺ ചോർത്തൽ അത് MLA തുറന്നു പറയുകയാണ്. പക്ഷേ അദ്ദേഹം എന്തിനാണ് ചോർത്തിയത് എന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. കാരണം പരാതി പറഞ്ഞിട്ട് അതിൽ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ MLA തന്നെ പോലീസിൻ്റെ പണി അങ്ങ് ഏറ്റെടുത്തു. തീർച്ചയായിട്ടും ഈ ചോർത്തലൊക്കെ ഒരു സത്യസന്ധമായ കാര്യമാണ്. 2000 ഒരു ഇവിടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നത് 2007 തോന്നുന്നു. അന്നാണ് ഈ ബഗ്ഗിങ് ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുന്നത്. അന്ന് രമൺ ശ്രീവാസ്തവയാണ് DGP. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അന്ന് VS ഗ്രൂപ്പും അതുപോലെ തന്നെ പിണറായി ഗ്രൂപ്പും തമ്മിൽ വളരെ വലിയ തർക്കമുണ്ടായിരുന്നു. ആ സമയത്ത് പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം VS ഗ്രൂപ്പിൽപ്പെട്ടവരെ ടാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പോലീസിൽ തന്നെ സംസാരം ഉണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് നടന്ന മലപ്പുറം സമ്മേളനത്തിൽ കോഴിക്കോട് ടോയ്ലറ്റിൽ കയറിയെന്ന് പത്രക്കാരെ വിളിച്ചറിയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഇഷ്യൂ എല്ലാം നമ്മൾ പത്രത്തിലും ചാനലിലും എല്ലാം കണ്ടതാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അന്നാണ് ഈ ബഗ്ഗിങ് ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുന്നത്. ഇപ്പം പ്രൈം മിനിസ്റ്ററുടെ കൂടെ പോകുമ്പം ആ കാർക്കേഡിനകത്ത് ഉണ്ട് കാര്യം. അദ്ദേഹത്തിന് എതിരെ ഉണ്ടാകുന്ന തീവ്രവാദികളുടെ ഒക്കെ ഉള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും കാണാം. അദ്ദേഹത്തിന്റെ കാറിന്റെ കൂട്ടത്തിൽ തന്നെ കമാൻഡോസ് ഇതുമായി കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ രാജ്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ വളരെ ആവശ്യമാണ്. ഇവിടെ ഇതാകാം, പക്ഷേ അത് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അല്ലാതെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ കൂടുള്ള പാർട്ടികളിൽപ്പെട്ട മന്ത്രിമാരുടെയോ ഒക്കെ ഉപയോഗിക്കുക, MLA മാരുടെയൊക്കെ ഉപയോഗിക്കുക, ഉദ്യോഗസ്ഥന്മാരുടെ നോക്കുക, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. നേരത്തെ ഹൈടെക് സെല്ലിനകത്ത് ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ് ഇതുപോലെ ബഗ് ചെയ്തിട്ട് ആറ്റി കിളിമാനൂരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെ അവരുടെ കോള് ഒളിച്ചു കേട്ടിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത 60 ലക്ഷം രൂപയും കണ്ട് എടുത്തു എന്ന് പറഞ്ഞ് ഒരു പരാതി പോലീസിലുണ്ടായിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞാനുള്ളപ്പം അവിടെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത. അപ്പോൾ ഇത് മ്ലേച്ഛത്തര ഇങ്ങനെ പണ്ടുമൂലേ നടക്കുന്നുണ്ട്. ഇതിനൊരിക്കലും എൻഡില്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഇതിങ്ങനെ കോമായി ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ MR അജിത് കുമാറും സുജിദാസും മാറിക്കഴിയുമ്പോൾ അടുത്ത ദാസന്മാരും അടുത്ത കുമാരന്മാരും ഇവിടെ കയറി വരും. അവരിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആർക്കും കാര്യമില്ല. 2004 ഹോർമിസ് തരൺ സാറ് മാറിക്കഴിഞ്ഞപ്പോൾ പരേതനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് ചോദിച്ചു, തരൺ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, അടുത്ത ആളിനെ ആരെ ആക്കണം എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, സീനിയറായ 71 ബാച്ചിലെ DGP ആക്കണം എന്ന് പറഞ്ഞു. അപ്പം പോലീസ് അസോസിയേഷൻകാർ, അന്നത്തെ കോൺസ്റ്റബിൾ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും എല്ലാം കയറി ചെന്ന് ഉപേന്ദ്രവർമ്മയാണ്, അയാൾ ഉപേന്ദ്രവർമ്മയല്ല ഉപദ്രവർമ്മയാണെന്ന് പറഞ്ഞു. 72 ബാച്ചിൽപ്പെട്ട MGA രാമൻ സാറിനെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലെ വിവരങ്ങളും ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഡോക്ടർ സുകുമാരൻ നായർ സാറും 71 ബാച്ചിലാണ്, രമൺ ശ്രീവാസ്തവ 71 ബാച്ചാണ്. അപ്പം വെറും ഡിഗ്രി മാത്രം, വെറും ഗ്രാജുവേഷൻ മാത്രമുള്ള രമൺ ശ്രീവാസ്തവെ ഡോക്ടറേറ്റും ഈ നാടിൻ്റെ മണവും ഗന്ധവും ബോധവുമുള്ള സുകുമാരൻ നായർ സാറിനെ മാറ്റി നിർത്തിയിട്ടാണ് വെച്ചത്. അതോടുകൂടിയാണ് കേരള പോലീസ് തകർന്നടിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞ് ശ്രീ ജേക്കബ് പുന്നൂസ് വന്നു. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ജോലി ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നായനാർ സാറിൻ്റെ കൂടെ ഒക്കെ നിന്ന് ഒത്തിരി അട്ടിമറികൾ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോളം ജോർജ് വധക്കേസിനകത്തും അദ്ദേഹത്തെ പറ്റി ഒത്തിരി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് ബാലസുബ്രഹ്മണ്യം വന്നു, ബെഹ്റ വന്നു, അതുപോലെ അനിൽകാന്ത് വന്നു. അനിൽകാന്ത് ഒരു സ്ത്രീ പീഡകനാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു. അത് ക്രൈം കേസ് ഉള്ളതാണ്. എൻ്റെ അടുത്ത് രമേശ് ചന്ദ്രഭാനു സാറ് അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ IG ആയിരുന്നു. അദ്ദേഹം സമയത്ത് അതെ വയനാട് കൽപ്പറ്റ ASP. അപ്പം അദ്ദേഹത്തെ കൊണ്ടുവച്ചു. ഇപ്പോൾ എടുത്ത ഈ ടീമിനകത്തും നമ്മുടെ ശ്രീ ഷാജഹാന്, നമ്മുടെ സഹ പാനലിസ്റ്റ്, ഇപ്പോഴത്തെ സ്പർജൻ കുമാറിനെ പറ്റി കോഹാബിറ്റേഷൻ, അദ്ദേഹം ലിവ് ഇൻ ടുഗദർ ആയിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം രേഖ വെച്ച് വായിക്കുന്നത് ഞാൻ ഇതേ TV-യിൽ ജനൻ TV-യിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ ഇപ്പം അദ്ദേഹത്തെ വേണമെങ്കിൽ അനിൽകാന്ത് 2 ആയിട്ട് നമ്മൾ പഴയ രാജാക്കന്മാരിലൊക്കെ പറയുമല്ലോ,
ചാൾസ് 1, ചാൾസ് 2, ചാൾസ് 3 എന്ന് പറഞ്ഞ പോലെ അൽഖാദ് 1, അൽഖാദ് 2 എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പൊ ഇവരെയാണ് വെച്ചേക്കുന്നത് ഇവിടെ സിനിമാ നടികളുടെ ഇത്. അപ്പൊ ആ സിനിമാ നടികളുടെ കേസുകളെ പറ്റി നോക്കാനായി വെക്കുന്ന ഇവരെ പറ്റിയിട്ട് അതിനകത്ത് പറയുന്നു ഒരു വനിത മദ്യപിക്കുന്ന ഉണ്ടെന്ന്, വനിത IPS മദ്യപിക്കുന്ന ഉണ്ടെന്ന് പിന്നെ ശ്രീ ഷാജഹാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അറിയാം ഒന്നിൽ കൂടുതലുണ്ട്. എൻ്റെ പോലീസ് അനുഭവം കൊണ്ട് ഒന്നിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം നമുക്ക് എന്തുകൊണ്ട് ക്യാരക്ടർ ഉള്ളവരെ നമ്മൾ എടുക്കുന്നില്ല? ജനത്തിന്റെ വിശ്വാസം വേണം. ജനത്തിന്റെ നികുതിപ്പണം കൊണ്ടാണ് പോലീസിനെ തീറ്റിപ്പോറ്റുന്നതെന്ന് പോലീസ് അറിയണമെന്ന് 1967 24 നവംബറിൽ IG M ഗോപാലൻ സാറ് മെസ്സേജ് ടു മെമ്പേഴ്സ് ഓഫ് ദ പോലീസ് ഫോഴ്സ് എന്നുള്ളതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന കറക്ക് കമ്പനി എല്ലാം കൂടെ വെച്ച് ഇനി ഞാൻ പറയാമല്ലോ, ഇത്രയും പറഞ്ഞല്ലോ, ഈ MR രജികുമാർ സാറിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ സോളാർ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വന്നത്. അത് ഇന്ന് അദ്ദേഹവും പറഞ്ഞു. 243-ാമത്തെ പേജിനകത്ത് അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം സരിതയെ വിളിച്ചെന്നു, അന്ന് വിവാദമായ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടൈൻറ്റഡ് ഓഫീസേഴ്സിനെ വെച്ചാലേ പറ്റുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു കമ്മിറ്റിയിൽ, പോലീസ് അക്കാഡമിയുടെ കമ്മിറ്റിയിൽ വരുന്ന ഒരു യുവ IPS ഓഫീസറിന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഭാര്യ വീട്ടുകാർക്കെല്ലാം നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്നതാണല്ലോ സന്തോഷം എന്ന്. അതെ, ഈ IPSകാരെ എല്ലാം ഈ രാജ്യത്തെ ഓരോ മാഫിയകൾ വിലയ്ക്ക് വാങ്ങിക്കുവാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പകർത്താൻ വേണ്ടിയിട്ട് അവർ ഇവരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കുവാണ്. വളരെ കുറച്ച് പേരേ ഉള്ളൂ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസവും യോഗ്യതയും ജോലിയൊക്കെ ഉള്ള ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം സുജിത് ദാസ് ഇപ്പം മലപ്പുറം SP ആയിട്ട് ഇരിക്കുന്ന വ്യക്തിയെ പരിഹസിച്ചത് കണ്ടില്ലേ അല്ലേ? ഇതൊക്കെ പ്രൊമോട്ട് SP അല്ലേ? അതെ, ഉണക്കെ ആരാണ്? അതെ, ഉണക്കെ ആരാന്നുള്ളത് കാലം തെളിയിക്കും. അത് ശശിധരനാണോ സുജിത് ദാസ് ആണോ എന്നുള്ള കാര്യം. പക്ഷെ സുജിത് ദാസിന്റെ പേരിൽ പിന്നെ കടപ്പാട് SP എന്നായിരിക്കും ഇനി അറിയപ്പെടുന്നത്. കാര്യം ഞാൻ ഇനി 25 വർഷം കൊണ്ട് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരൊക്കെ കടപ്പത്രം ഇറക്കുന്ന പോലെ ഇവരുടെയൊക്കെ വീടുകൾ റെയ്ഡ് ചെയ്താലേ എത്രയോ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവര് എന്തായാലും അദ്ദേഹം കേരളത്തിന്റെ DGP ആകുന്ന അത് ഒത്തിരി പേരുണ്ടല്ലോ. അത് ഇവരെക്കാളും കൂടുതൽ പറയുന്നത് ഭാര്യമാരാണ്, ഭാര്യമാരുടെ വീട്ടുകാരാണ്. അപ്പൊ ഇവിടെ കുറെ പേര് സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോകുന്നുണ്ട്. അവർക്കാകാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ അട്ടിമറിക്കാരൻ വർഗീയത വെച്ചും പിന്നെ രാഷ്ട്രീയം വെച്ചും സ്വാധീനം വെച്ചും ഒക്കെയാണ് ഇവർ DGP ആയി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോർമിസ്തരൻ സാറിനെ പിന്നെ KJ ജോസഫ് സാറിനെ സൂപ്പർസീഡ് ചെയ്ത് DGP ആക്കാൻ AK ആന്റണി സാർ അന്ന് പറഞ്ഞിരുന്നു. കാരണം KJ ജോസഫ് സാറിന് ഒരല്പം ഇടതുപക്ഷ KK ജോസഫ് എന്ന് പറഞ്ഞ കോട്ടയത്തെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്നു. പക്ഷെ ഹോർമിസ്തരൻ സാർ എന്ന് പറഞ്ഞ വ്യക്തിത്വമുള്ള വ്യക്തി പറഞ്ഞു, സീനിയറിനെ സൂപ്പർസീഡ് ചെയ്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു. KJ ജോസഫ് സാറിനെ ആക്കി അദ്ദേഹം റിട്ടയർ ചെയ്യുന്നിടം വരെ കാത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പോകാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഈ ക്രിമിനൽ വൽക്കരണം അത് ഒരു കാരണവശാലും അത് ഉൾക്കൊള്ളാനാവുന്നില്ല, സഹിക്കാനാവുന്നില്ല. ശ്രീ അനിൽ നമ്പ്യാർ രാഷ്ട്രീയമാകുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയം ഈ രാഷ്ട്രത്തോടുള്ള നിസ്സീമമായ സ്നേഹമായിരിക്കണം, കൂറായിരിക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തിനെ അടിയറ വെക്കുവാണ്. അത് നമുക്ക് പാടില്ല. അവര് വേണേൽ കുപ്പായൊക്കെ ഉരുട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒറീസയിലെ ഒരു IASകാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇവിടെ തമിഴ്നാട്ടിലെ വന്നിട്ടുണ്ട്. അത് ഒക്കെ വരുന്നുണ്ട്. അവരൊക്കെ കുപ്പായം ഊരിട്ട് വരട്ടെ. ഈ കുപ്പായം ഇട്ടിട്ട് കളിക്കാൻ പാടില്ല. പണ്ട് ജൻപാങ്കി എന്ന് പറഞ്ഞ ആള് കോട്ടയം ഈസ്റ്റേൺ റേഞ്ച് DIG കഴിഞ്ഞിട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ആകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയക്കാരെ നമുക്ക് ഭയപ്പെടണ്ട, ഈ പോലീസ് യൂണിഫോം കാക്കിയുടെ മുമ്പിൽ രാഷ്ട്രീയ കുപ്പായം ഇടുന്നവരെയാണ് ഭയപ്പെടേണ്ടതെന്ന് അദ്ദേഹം ട്രാൻസ്ഫർ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഇതൊരു സത്യമാണ്. ഇവരൊക്കെ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എന്തെന്ന് പറയും, എന്തും ചെയ്യും. കൊല്ലും കൊലയൊന്നും ഇവർക്കൊന്നും പ്രശ്നമൊന്നുമല്ല. വേറൊരു മഹാന് കോട്ടയത്തൊരു ഹോട്ടൽ, അയാളുടെ അമ്മായിച്ചൻ്റെയാണ്. അപ്പൊ അമ്മായിച്ചൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞ്, ചിറ്റപ്പ രണ്ടുപേരെ കൊന്നാലും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മായിച്ചൻ്റെ ജ്യേഷ്ഠനെ പിടിച്ച് ജയിലിലിട്ടു. അതിന് ഒരു പോലീസ് ഓഫീസർ, എൻ്റെ ബാച്ചിൽപ്പെട്ട ഒരു പോലീസ് ഓഫീസർ അതിന് കൂട്ടുനിന്നു. ഇതെല്ലാം ചരിത്രമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇനിയേലും പറഞ്ഞു, ഈഫ് നോട്ട് നൗ നെവർ എന്നുള്ളതാണ് കാര്യം. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു MLA ഇങ്ങനെ തുറന്നു പറഞ്ഞ ഒരു സമയത്ത് നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഈ മാധ്യമം മിഷനറി എല്ലാം വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളായി പോകും. 100%.